കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു രക്തച്ചൊരിച്ചിലിനാണോ ദേശവിരുദ്ധ ശക്തികൾ പദ്ധതിയിട്ടിരുന്നത്? ഈ ഒരൊറ്റ ചോദ്യം കേരളത്തിനെ മുഴുവൻ നടുക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. പക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കില്ല. കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മലപ്പുറത്ത് നിന്ന് പിടികൂടിയത് ചില്ലറ പടക്കങ്ങളല്ല, ഒരു നാട് മുഴുവൻ ചാമ്പലാക്കാൻ പോകുന്ന 90,000-ഓളം സ്ഫോടക വസ്തുക്കളാണ്. ഇതിനു മുന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രത്തെ NIA ഇപ്പോൾ അറസ്റ്റ് ചെയ്തതോടെ കേരളത്തെ നടുക്കുന്ന വമ്പൻ തീവ്രവാദ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണ്. മലപ്പുറം സ്ഫോടക വസ്തു കേസിലെ പ്രധാന ഗൂഢാലോചകനായ മഞ്ചേരി സ്വദേശി ഹാരിസിനെയാണ് കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 10ആയി. കേവലം ഒരു ആയുധക്കടത്ത് കേസല്ല ഇത്. ഫെബ്രുവരി 7-ന് മലപ്പുറത്തെ തലപ്പാറയിലുള്ള ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ നിന്നാണ് ലൈസൻസോ രേഖകളോ ഇല്ലാതെ ഒളിപ്പിച്ചു വെച്ച 89,600 സ്ഫോടക വസ്തുക്കളും 10,500 ഷോക്ക് ട്യൂബുകളും പോലീസ് പിടികൂടിയത്. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിയാതിരുന്ന ഈ കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. കർണാടക അടക്കം 3 സംസ്ഥാനങ്ങളിലായി 19 കേന്ദ്രങ്ങളിൽ NIA നടത്തിയ മിന്നൽ റെയ്ഡുകൾക്കൊടുവിലാണ് സംസ്ഥാനാന്തര ബന്ധമുള്ള ഈ വൻ ഭീകര ശൃംഖലയെ കേന്ദ്ര ഏജൻസി പൊളിച്ചെടുക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും ഭയാനകമായ ആ ചോദ്യം ഉയർന്നു വരുന്നത്. ഇത്രയും വലിയ സ്ഫോടക വസ്തു ശേഖരം മലപ്പുറത്തേക്ക് എന്തിനു കൊണ്ടുവന്നു? 1/4 നൂറ്റാണ്ടിന് ശേഷം മലപ്പുറം തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് കിടന്ന മഹോത്സവം എന്ന കേരളത്തിന്റെ കുംഭമേള സമാപിച്ച് കൃത്യം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആയുധങ്ങൾ പിടികൂടുന്നത് എന്നതൊരു യാദൃശ്ചികതയാണോ? 10 ലക്ഷത്തിലധികം ഹിന്ദു ഭക്തരും നാഗസന്യാസിമാരും ഒഴുകിയെത്തിയ ആ മഹാസംഗമത്തിൽ വൻ സ്ഫോടനം നടത്തി ഒരു കലാപത്തിന് പദ്ധതിയിട്ടിരുന്നു. ഗൂഢാലോചന വൈകിയത് കൊണ്ടാണോ ഫെബ്രുവരി 7-ന് ഇവർ പിടിയിലായത്? NIA അന്വേഷണം ഇപ്പോൾ ഈ സംശയങ്ങളിലേക്കാണ് നീളുന്നത്. ഇതൊരു ചെറിയ ലോക്കൽ ക്രിമിനൽ സംഘത്തിന്റെ പണിയല്ല എന്നുറപ്പാണ്. ഹാരിസിനെ പിടികൂടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കർണാടകയിലെ വിജയപുരയിൽ നിന്ന് മറ്റു 3 പ്രതികളെ കൂടി NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധങ്ങൾ ശേഖരിക്കുന്നതിലും അതിർത്തി കടത്തുന്നതിലും വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA കൃത്യസമയത്ത് ഈ കേസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു വൻ ഭീകരാക്രമണത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അറസ്റ്റിലായ 10 പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഭീകര ശൃംഖലയുടെ വേരുകൾ എവിടെ വരെ നീളുന്നുണ്ടെന്ന് വ്യക്തമാകും. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഈ വൻ ഗൂഢാലോചനയുടെ അവസാന കണ്ണിയെയും NIA നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.